പഞ്ചാരപ്പാൽക്കുടമല്ലേ മുന്നാര തിരി തന്നു പോകല്ലേ എന്നെടുത്തു നീ കൈ കളവാണ് സഹോദരന്മാരെ സഹോദരിമാരെ എന്റെ ഈ ഗതികേട് കണ്ട് ഒരു 50 പൈസയോ ഒരു 2 രൂപയോ ഒരു 10 പൈസയോ തന്ന് സഹായിക്കണം. ഈ കാട്ടുപോത്തുകളെല്ലാം തീറ്റി പൊറ്റേണ്ട ഗതികേടില്ല ഞാൻ. എന്നെ സഹായിച്ചാൽ കേൾക്കാൻ പുണ്യം കിട്ടുക. കൊരങ്ങ് കയർ പോലെ കയറുന്നുണ്ടോ? ഇവൻ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ. ഇവനിത് എവിടെ പോണു? ആരും അടങ്ങിപ്പോകരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ എല്ലാവരും വിളിക്കണ ഛത്രപതിയെ. ഞാൻ സംസാരിക്കാം അവരോട്. അവരോട് വെരി ഗുഡ്. എന്നെ കൂടി വിളിക്കണം. വാ മോനെ വാ. ഇവൻ എങ്ങനെ ഇതിനകത്ത് കിടന്നത്? അവൻ പുറകെ കൂടി ഓരോരുത്തരും ഓരോ റൂട്ടിൽ പോണം. ഒരു കാരണവശാലും അവരെ സിറ്റി കിടക്കരുത്. സ്വന്തം ജീവൻ പണയം വച്ചിട്ടാണെങ്കിലും ഛത്രപതിയിൽ നിന്നും അമ്മയുടെ ജീവൻ രക്ഷിക്കണം. വരൂ മാജി. അയ്യേ താങ്ക് യു ബ്രദർ, തക്ക സമയത്ത് വന്ന് രക്ഷിച്ചതിന്. ഫാക്ടറിയുടെ എല്ലാ സൈഡും കവർ ചെയ്യണം. അവരെ കണ്ടാൽ അപ്പ ഷൂട്ട് ചെയ്യണം. ജാവോ. കുറുക്കനെ പോലെ ഒളിപ്പോരി നടത്തുന്നോടാ. കുറുക്കനല്ലടാ അവൻ, പുലിയാ. വേട്ടയാടാൻ പുറപ്പെട്ട തന്റെ ഇടമുള്ള പുലിക്കുട്ടി. കാട്ടിലെ പുലിയെ കൊടുക്കണമെങ്കിൽ ആടിനെ അർത്ഥത്തിന്റെ ഇരയായിട്ട് കൊടുക്കണം. ആ ചോരയുടെ ഗന്ധമേറ്റ് പുലി മടയിൽ നിന്നും പുറത്തിറങ്ങും. അപ്പോ ഉന്നം വച്ച് നിറയൊഴിച്ചാൽ നെഞ്ചു പിളർന്നതിന്റെ. അതെ, അങ്ങനെ അങ്ങനെ തന്നെ കൊല്ലേണ്ടത്. അല്ല, ഇരയെവിടെ? അതെ, ആടെവിടെ? നീയാടാ അവനുള്ള ഇര. എന്താ ഇത്? നമ്മള് പ്രദേശല്ലേ? എന്റെ അമ്മ പ്രസവിച്ചതാണോടാ നിന്നെ നായിന്റെ മോനെ? നിന്റെ കഴിവുകൊണ്ടാണോ നീ കാശുണ്ടാക്കിയത്? ആ ഛത്രപതി നിനക്ക് വേണ്ടി കോൺട്രാക്ട് ഒപ്പിച്ച് ഒരു കോടീശ്വരനാക്കി നിന്നെ. അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴല്ലേ നീ അവന്റെ അനുജനാണെന്നുള്ള സത്യം മനസ്സിലായത്. അല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ എനിക്ക്? നീ അവതാര പുരുഷനുമല്ല, നിന്റെ അമ്മ കാഞ്ചി കാമാക്ഷിയുമല്ല. സാല ഇപ്പൊ കാണാമടാ പുലി വരുന്നത്. വെട്ടി തുറന്നേ.
തോന്നുന്നത്. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. വേഗം ചെന്ന് അവരെ രക്ഷിക്കും മക്കളെ. അമ്മ ഇവിടെ ഇരിക്കേ, വാടാ. മോനെ അശോക, നിനക്ക് എന്താണ് പറ്റിയത്? നിന്നോട് അവൻ എന്ത് ചെയ്തിട്ട്? എന്റെ മോനെ തന്നെ നീ ഇങ്ങനെ കൊല്ലാൻ നോക്കുന്ന എന്തിനാ?